എന്റെ ഹസ്ബൻഡിനെ പേടിച്ച് ആരും വീട്ടിൽ വരില്ല എന്നാ ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്ന് എനിക്ക് സന്തോഷായിട്ടാ. സാരില്ലേ നീയെ, ഓരോരുത്തരും ഓരോ സ്വഭാവല്ലേ. കുട്ടികളെ രണ്ടാളെയും സ്കൂളിൽ വിട്ടു കഴിഞ്ഞാലല്ലേ കല്ലു ഫ്രീ ആവുള്ളൂ. അതെ, കുട്ടികളെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ കൊണ്ടുവന്നൊക്കെ രഘുവേട്ടനാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. ഞാൻ വിചാരിക്കും കല്ലുവേ, നീ എങ്ങനെയാണ് ഈ വലിയ വീട് മാനേജ് ചെയ്യണേന്ന്. രഘുവിന്റെ ഹെൽപ്പ് ഉണ്ടല്ലേ, പിന്നെ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഇക്ക പറഞ്ഞോരെ യാസുനെല്ലാം തനിയെ മാനേജ് ചെയ്തേ പറ്റുമല്ലേ. ഓവ്, അതാണൊരു വിഷമം. അല്ല, എന്താ ഇവിടുത്തെ കുട്ടി സ്കൂളിൽ പോയിട്ട് വിഷമം വല്ലതും ഉണ്ടോ? ഇല്ല, മഞ്ജുവിനെയൊക്കെ കൂട്ട് കിട്ടിയോണ്ട് അവൾക്ക് സന്തോഷാണ്. അത് പറഞ്ഞപ്പോഴാണ് കുട്ടികളെ 3 നേരം ഒരുമിച്ച് സ്കൂളിൽ വിട്ടാലോ, ഇടയ്ക്ക് രഘുവേട്ടൻ കൊണ്ടുവരട്ടെ, ഇടയ്ക്ക് അനന്യം, നമുക്ക് മാറി മാറി കൊണ്ടുവരാം. അതൊരു നല്ല ഐഡിയ ആണല്ലോ. ഇത് പട്ടണം പോലൊന്നല്ല, ഈ പ്രായത്തിലെ കുട്ടികളൊക്കെ ഇവിടെ തനിച്ചു പോവും. എന്നാലും എനിക്ക് പേടിയാണ് കേട്ടാ. എനിക്കും. അത് നിങ്ങൾ പട്ടണത്തിൽ വളർന്നോണ്ടാവും. അതും ശരിയാണ്. പിന്നെ എപ്പോഴും എനിക്ക് തോന്നും വെളിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് കുട്ടികളെ പിടിച്ചിട്ട് പോയാലോന്ന്. എന്താ അറിയില്ല, അതെനിക്കും തോന്നും. പോലീസുകാരന്റെ മോളെ ആരാ പിടിച്ചിട്ട് പോണേ? ഈ വരുന്നവർക്ക് അറിയില്ലല്ലോ ഇത് പോലീസുകാരന്റെ മോളാണെന്നുള്ളത്. നോർത്തിൽ നിന്നും അവിടുന്ന് ഇടുന്നും പണ്ടത്തെ പോലെ അല്ലല്ലോ. നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളല്ലേ നമ്മുടെ നാട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അതും ശരിയാണ്. അല്ല, ഇന്നലെ മഞ്ജുവിന്റെ ഒരു കരച്ചില് കേട്ടൂലോ. മഞ്ജുവിന്റെ ആണെന്ന് മനസ്സിലായി. ഐഷുവിന്റെ വോയിസ് ഇങ്ങനെ അല്ല. അത് ശരിയാ, ഐഷു കരഞ്ഞ ചീവീട് മാതിരിയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ചെവി പൊത്തിയിരിക്കേണ്ടി വരും. എന്തായിരുന്നു കാരണം? ഒന്നും പറയണ്ടാട്ടാ. ഐഷുവിന്റെ തെറ്റുകൊണ്ട് ഞാൻ മഞ്ജുവിന് 2 പേട കൊടുക്കുമെന്ന് പറഞ്ഞു. അവക്കത് ഭയങ്കര വിഷമായി. അവളെ കള്ളിയാക്കിയതായി പോയി. അശോ പാവം. എന്നിട്ട് കുട്ടീന് പെട കൊടുത്തോ? ഇല്ല, രഘുവേട്ടൻ തക്ക സമയത്തിന് വന്നൂട്ടാ. രഘുവേട്ടൻ പറയണത് അടി കുറച്ചു നാളാവുമ്പോ അവർക്ക് ശീലാവും. അതുകൊണ്ട് അടിയേക്കാളും നല്ലത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒഴിവാക്കണം. എന്നുവെച്ചാ TV കാണാൻ ഇഷ്ടമാണെങ്കിൽ അത് കട്ട് ചെയ്യണം. ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് കൊടുക്കരുത്. 1-2 ദിവസത്തേക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരിതൊക്കെ നിർത്തൂത്രേ. ഇവിടെ അല്ലെങ്കിലും അധികം ചോക്ലേറ്റ് കഴിക്കാറില്ല. പിന്നെ TV കാണലും മൊബൈൽ യൂസ് ചെയ്യലും കുറച്ച് കൂടുതലാണ്. അതിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അല്ല, എന്താ യാസുവിന്റെ മുഖത്തൊരു വിഷമം? കുട്ടികളില്ലാത്തോണ്ടേ അവരെ ശിക്ഷിക്കണ കാര്യം പറയുമ്പോ എനിക്ക് എന്തോ വിഷമാണ്. യാസേ, ഇല്ല ഇല്ല എന്ന് 100 വട്ടം പറയാണ്ടിരിക്കേ. എപ്പോഴാണ് ദൈവം അനുഗ്രഹിക്കണേന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെ, എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ വാക്ക് സത്യമായാ മതിയായിരുന്നു. ആവും യാസേ. പിന്നെ ആ ചക്ക ഐസ്ക്രീം സൂപ്പർ ആയിരുന്നു കേട്ടാ. ചക്ക ഐസ്ക്രീമാ? അതെങ്ങനെയാ ഉണ്ടാക്കണേ? വിപ്പിംഗ് ക്രീം മിക്സിയിൽ അടിച്ചിട്ട് അരച്ച ചക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക, അത്ര തന്നെ. വെറൊന്നും ചേർക്കണ്ട, പഞ്ചസാര പോലും. നല്ല മധുരമുള്ള ചക്കയാണ്ട് ഞാൻ ചേർത്തില്ല. അല്ലേലും ഇപ്പൊ പറയണത് പഞ്ചസാര ഭയങ്കര കേടാണെന്നാണ്. അത് ഞാനും കേട്ടു. പണ്ടത്തെ ആളുകളൊക്കെ ശർക്കരയായിരുന്നു അത്ര കഴിച്ചിരുന്നത്. കൂടുതൽ നല്ല റെസിപ്പീസ് ഒക്കെ വേണമെങ്കിലേ യാസുവിനോട് ചോദിച്ചാൽ മതി. കല്ലു മോശമല്ലാട്ടാ, ഞങ്ങളന്ന് വന്ന് കഴിച്ചല്ലോ. മോൾക്ക് ഭയങ്കര ഇഷ്ടായി. എന്റെ അമ്മ വെജിറ്റേറിയൻ ആയിരുന്നോണ്ടായിരിക്കണം എനിക്ക് അങ്ങനത്തെ കറികളാണ് കൂടുതൽ ഉണ്ടാക്കാൻ അറിയണേ. നോൺ വെജിന്റെ എക്സ്പെർട്ട് യാസു ആണ് കേട്ടാ. ഓ, അങ്ങനെയാണ്. എന്റെ ഒരു ആന്റിയും നോൺ വെജ് നന്നായിട്ട് കുക്ക് ചെയ്യും. ആള് കോട്ടയത്താണ്. കേട്ടിട്ടുണ്ട്, അങ്ങോട്ടുള്ള മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ആണെന്ന്. യാസു മലബാർ സ്പെഷ്യലിസ്റ്റ് ആണ്. എനിക്ക് എളുപ്പമായി. യാസുവിന്റെ മലബാറി കുക്കിംഗ് പഠിച്ചെടുക്കാം, കല്ലുന്റെ വെജിറ്റേറിയനും. ആന്റിയുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയൊക്കെ പഠിച്ചെടുത്തോ? അപ്പൊ ഞങ്ങൾ അതും പഠിച്ചെടുക്കാം. അതെന്തായാലും അടിപൊളിയായില്ലേ. അശോ, കുട്ടിയോള് വരാറായില്ലോ. പോയി വിളിക്കണ്ടേ? അത് രഘുവേട്ടൻ പോയിക്കോളും. കല്ലു, അനന്യക്ക് പോയി വിളിക്കാനുള്ളതാണ്, അത് മറന്നോ? ഓ, നീക്ക് പോവാനുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. പക്ഷെ വേണ്ട, ഒന്നും കഴിക്കാണ്ട്. കഴിക്കണതൊക്കെ അടുത്ത തവണയാകാട്ടാ. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങാണ്. ഞാൻ കുട്ടീനെ കൂട്ടി വരാട്ടാ. ശരി എന്നാല്. അപ്പൊ ഇവിടെ പുതിയ ഫ്രണ്ട്ഷിപ്പ് തകർക്കാണ്. അമ്മേ, അയ്യോ മോളെത്തിയോ? സ്കൂള് വിട്ടോ മോളെ? പക്ഷെ എന്നാ ഞാൻ ഇറങ്ങട്ടേട്ടാ. അമ്മേ, അച്ഛൻ വെളിയിൽ വെയിറ്റ് ചെയ്യണോ? എന്നാ ഞാൻ ഓടിപ്പോവാല്ലേ? വിഷമിക്കണ്ട, ആദ്യ ദിവസമായോണ്ട് നേരത്തെ വിട്ടൂന്നേ ഉള്ളൂ. കുട്ടി സേഫ് ആണ്. ടീച്ചേഴ്സ് എല്ലാം വൈകിട്ട് വരെ കാണും. എന്നാ ഞാൻ പേര് വിളിക്കാമേ. ഹായ് ആദിത്യ, പേര് വിളിക്കാത്തതിന് സോറി ട്ടാ. ആന്റിക്ക് അലേനെ വിളിക്കാനുള്ളത്